ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ഫോൺ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ജിയോ വോൾട്ടേജ് ചെക്കർ എന്നാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഏകദേശം 5 MB മാത്രം സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. നോക്കുക, ആപ്ലിക്കേഷൻ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. വോൾട്ടേജ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HD ക്വാളിറ്റിയിൽ ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ മോഡൽ ഫോണുകളിലൊക്കെ വോൾട്ടേജ് സപ്പോർട്ട് അവൈലബിൾ ആണ്. എന്നാൽ ഇതിന് മുമ്പ് ഇറങ്ങിയ ഫോണുകളിലൊന്നും 4G ഫോണുകളിലും വോൾട്ടേജ് സപ്പോർട്ട് അവൈലബിൾ അല്ല. അതായത് ജിയോയുടെ സിം ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ കോളിംഗ് അല്ലെങ്കിൽ ഓഡിയോ കോളിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണിൽ മാത്രമേ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജിയോ സിം ഇട്ടു 4G ഫോണിൽ കോള് പോകുന്നില്ല, കോൾ റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല, ഓഡിയോ കോൾ പോകുന്നില്ല, വീഡിയോ കോൾ പോകുന്നില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പലരും ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എന്തായാലും വോൾട്ടേജ് ചെക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണ് വോൾട്ടേജ് സപ്പോർട്ടഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നോക്കുക, MI Max സപ്പോർട്ട് വോൾട്ടി. ഈ ഫോണിൽ വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഫോൺ വോൾട്ടേജ് സപ്പോർട്ട് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ വോൾട്ടേജ് സപ്പോർട്ടഡ് ഫോണാണ്. ഞാൻ മറ്റൊരു ഫോണ് ഇവിടെ ഓൺ ആക്കിയാണ്. അതിനുശേഷം ഈ വോൾട്ടേജ് ചെക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിലും ഈ ഫോണും 4G ഫോണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലും ജിയോ സിം ആണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫോണിലും ജിയോ സിം ഉണ്ട്. ഞാനിവിടെ ഒന്നും വോൾട്ടേജ് ചെക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂസ് ജിയോ ജോയിൻ ആപ്പ് ടു റിസീവ് ആൻഡ് മേക്ക് കോൾസ്. നിങ്ങൾക്ക് കോൾ റിസീവ് ചെയ്യാനും അതേപോലെ കോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജിയോ ജോയിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും. അത് വോൾട്ടി എനേബിൾ അല്ലാത്ത ഫോണുകളിലാണ്. ഇവിടെ നോക്കുക, സം അഡ്വാൻറ്റേജസ് ഓഫ് വോൾട്ടി കോൾ. ക്ലിയർ സൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ കോൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇൻബിൽഡ് വീഡിയോ കോൾ സപ്പോർട്ടാണ് വോൾട്ടി ഫോണുകളിൽ. അതേപോലെ നിങ്ങൾക്ക് കോള് പെട്ടെന്ന് കണക്ട് ആകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വോൾട്ടി ഫോണുകളിൽ സപ്പോർട്ടഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഫോൺ വോൾട്ടി സപ്പോർട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ വോൾട്ടി സപ്പോർട്ടഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ജോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ജിയോ ജോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പേര് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ജിയോ ജോയിൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ജിയോ ജോയിൻ എന്ന് സെർച്ച് ചെയ്തു. ജിയോ ജോയിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നോക്കുക, ജിയോ 4G വോയിസ് എന്ന് പറഞ്ഞാണ് ആപ്ലിക്കേഷൻ വരുന്നത്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് വോൾട്ടേജ് സപ്പോർട്ടഡ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, പലർക്കും ഡൗട്ടാണ്. 4G സിം ഇട്ടു ആക്ടിവേറ്റ് ആയി അതിനുശേഷം കോൾ പോകുന്നില്ല. നിങ്ങൾ ജിയോ ജോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ആദ്യം നിങ്ങളുടെ ഫോൺ വോൾട്ടേജ് സപ്പോർട്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. വോൾട്ടേജ് സപ്പോർട്ടഡ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ജോയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് പുതിയ വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലെത്തി വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.